ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാം ക്ലാസ്സിലെ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചും എറർ അനാലിസിസിനെ കുറിച്ചും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുകയുണ്ടായി. അവസാനത്തെ ടോപ്പിക് ആണെങ്കിലും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇതാണെന്നാണ് ഞാൻ പറയുക. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം എന്താണ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ യൂണിറ്റ്സ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, SI സിസ്റ്റം അനുസരിച്ച് 7 ക്വാണ്ടിറ്റീസിനെയാണ് ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു ആ 7 ക്വാണ്ടിറ്റീസ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി, അല്ലെ? അതുകൂടാതെ കുറേയേറെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതായത് ഏരിയ, വോള്യം, ഡെൻസിറ്റി, ഫോഴ്സ്, വർക്ക്, എനർജി, ആക്സലറേഷൻ, ഇതെല്ലാം നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഓരോ ക്വാണ്ടിറ്റീസും, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എങ്ങനെയാണ് 7 ബേസിക് ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതിനെയാണ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 7 ബേസ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. യൂണിറ്റും ഡയമെൻഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. യൂണിറ്റ് ലെങ്ത്തിന്റെ നമ്മൾ മീറ്റർ എന്നാണ് പഠിച്ചത്. സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീറ്ററിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്, അല്ലെ? അതേസമയം ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുവാണെങ്കിലും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് എഴുതേണ്ടത്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ L എന്ന് കൊടുക്കുമ്പോഴാണ് അത് ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആവുന്നത്. മാസിന് ക്യാപിറ്റൽ M, ടൈമിന് ക്യാപിറ്റൽ T. ഈ 3 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ 3 ക്വാണ്ടിറ്റീസിനും അവയുടെ യൂണിറ്റും ഡയമെൻഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അല്ലെ? ലെങ്ത്തിന്റെ യൂണിറ്റ് M എന്നായിരുന്നു, മാസിന്റെ kg എന്നായിരുന്നു, ടൈമിന് S എന്നാണ് എഴുതിയിരുന്നത്. അതേസമയം ഡയമെൻഷൻസ് ആണെങ്കിലോ L, M ആൻഡ് T എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇവയ്ക്കെല്ലാം യൂണിറ്റ് എഴുതുന്നതും ഡയമെൻഷൻ എഴുതുന്നതും ഒരേപോലത്തെ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ ഡയമെൻഷൻ എഴുതുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം എന്നുള്ളതാണ് കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് 7 ബേസിക് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, അല്ലെ? ഇനി മറ്റുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. ഓരോ ക്വാണ്ടിറ്റീസിനും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് എല്ലാം അറിയാം, അല്ലെ? അതായത് ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അങ്ങനെ ഓരോ ക്വാണ്ടിറ്റീസിനും ഫിസിക്കൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡയമെൻഷണൽ ഫോർമുല കൂടെ നമുക്ക് എഴുതാൻ അറിയണം ഇൻ ടേംസ് ഓഫ് ബേസിക് ഡയമെൻഷൻസ്. ഞാൻ പറഞ്ഞു, ബേസിക് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്, ലെങ്ത് ആൻഡ് ടൈം ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡയമെൻഷണൽ ഫോർമുല, എങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതേണ്ടത് എന്നുള്ളത്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല എഴുതാനായിട്ട് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ നമ്മൾ എങ്ങനെയാണ് സാധാരണ, ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളതാണ്, അല്ലെ? ലെങ്ത് എന്ന് പറയുന്നത് ഒരു ലെങ്ത് മെഷർമെന്റ് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴും നമുക്ക് പേര് ബ്രെഡ്ത്ത് എന്നാണെങ്കിലും അതിനെ നമ്മളൊരു ലെങ്ത്തിന്റെ മെഷർമെന്റ് ആയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ 2 തവണ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എഴുതണം. അതുകൊണ്ട് L² എന്ന് എഴുതാം. ഇത് ഏരിയ എന്ന് പറയുന്നത് മാസിനെയോ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാസിന്റെ പവർ 0യും ടൈമിന്റെ പവർ 0യുമായിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതണം M⁻⁴ L² T⁻0 എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇനി വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എഴുതണം എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല നമുക്കറിയാം. അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്ത് മെഷർമെന്റ് ആണ്, അല്ലെ? അപ്പോൾ L എന്ന് എഴുതാം, ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണല്ലോ. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ T ആണ് അതിന് ഡയമെൻഷൻ ആയിട്ട് കൊടുക്കാറുള്ളത്. വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. അതുകൊണ്ട് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ മാസിന് പവർ 0 എന്നാണ് കൊടുക്കേണ്ടത്. L
പവർ 1 ആണ്. പവർ 1 എന്നുള്ളത് നമ്മൾ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എൽ എന്ന് മാത്രം വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എൽ റേസ് ടു 1 എന്ന് എഴുതാം. ടി ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ പവർ -1 എന്ന് എഴുതണം. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -1. ഇതുപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും എഴുതാം. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതാൻ നോക്കാം. ഫോഴ്സിന്റെ നമുക്കറിയുന്ന ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ മാസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ആണ്, അതേസമയം ആക്സിലറേഷൻ ഇസ് നോട്ട് ഫണ്ടമെന്റൽ. അതിനെ നമുക്ക് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ മാസ് ഫണ്ടമെന്റൽ ആണ്, പക്ഷെ എഗെയിൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം അല്ലെ. അപ്പൊ വെലോസിറ്റിയുടെ പ്ലേസിൽ ഈ വിക്ക് പകരം നമുക്ക് എസ് ബൈ ടി എന്ന് എഴുതാം. ഓൾറെഡി ഇവിടെ വേറൊരു ടീക്ക് എടുക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എം ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി ഓരോന്നിന്റെയും ഡയമെൻഷൻസ് എഴുതി കൊടുത്താൽ നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടും. മാസ് എന്ന് പറയുമ്പോൾ എം എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ എം റേസ് ടു 1 എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് മെഷർമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ എൽ റേസ് ടു 1 എന്ന് എഴുതാം. താഴെ 2 ടൈം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ടി സ്ക്വയർ എന്നാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അതിനെ മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടി റേസ് ടു -2 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എം എൽ ടി റേസ് ടു -2. ഇങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഒരു ടേബിളാർ ഫോമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്ന ക്വാണ്ടിറ്റീസിന്റെ ബേസിക് ഇക്വേഷൻസും അതിന്റെ ഡയമെൻഷണൽ ഫോർമുലാസും. ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പേരും അവയ്ക്ക് ഉപയോഗിക്കുന്ന ഫോർമുലയും ഡയമെൻഷണൽ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ആ ടേബിളാർ ഫോമിൽ കൊടുത്തിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടേബിളിലെ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും ഫോർമുല നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇനി മൊമെന്റം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്ന സമയത്ത് മാസ് എം ഇൻറ്റു വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എൽ ടി റേസ് ടു -1 ആണ്. അപ്പോൾ എം എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. അങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിരുന്നാലും അവയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് ബേസിക് ഫോർമുലാസ്, നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഫോർമുലാസ്, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ എനർജി ആൻഡ് വർക്ക് ആർ സെയിം. പവർ എന്ന് പറയുമ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഇങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിന്റെ എല്ലാം ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ, ഡയമെൻഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എം റേസ് ടു 0 എൽ ടി റേസ് ടു -1 ആണ്. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ, ഇക്വേഷൻ എന്ന് പറഞ്ഞാലും എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വേണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ, വോള്യം ഇസ് ഈക്വൽ ടു, വോള്യത്തിന്റെ ഡയമെൻഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് 3 തവണ ലെങ്ത് മെഷർമെന്റ് വരുന്നുണ്ട്. മാസിനെയോ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എം റേസ് ടു 0 എൽ ക്യൂബ് ടി റേസ് ടു 0 എന്നുള്ളതാണ് വോള്യത്തിന്റെ ഡയമെൻഷണൽ എക്സ്പ്രഷൻ. ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴോ നമ്മൾ വി ഈക്വൽ ടു എന്ന് എഴുതണം. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. എക്സ്പ്രഷനും ഇക്വേഷനും ഒരുപോലെ തന്നെയാണ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എം റേസ് ടു 0 എൽ ടി റേസ് ടു -1 എഴുതിയാൽ മതി. അതേസമയം ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഡയമെൻഷൻ ഓഫ് വി, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ വി എന്ന് എഴുതണം. വി സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി, റൈറ്റ്? എം റേസ് ടു 0 എൽ ടി റേസ് ടു -1. അതുപോലെ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു എം റേസ് ടു 0 എൽ ടി റേസ് ടു -2. അങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും
ഡയമെൻഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഈ ഡയമെൻഷണൽ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള സ്ക്രീൻ ഒന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം ചില ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷണൽ ഫോർമുല വരുന്ന ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് എക്സാംസിന് കണ്ടു പരിചയമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റീസിനെല്ലാം ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ് ഉള്ളത്. നമുക്ക് ചോദ്യം വരാറുള്ളത് എങ്ങനെയാണ്, ഫ്രം ദ ഗിവൺ സെറ്റ് ഐഡന്റിഫൈ ദ സെറ്റ് വിച്ച് ഇസ് ഹാവിങ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഈ ഒരു 10 എണ്ണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ആൻസർ എഴുതാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കാം. ഇമ്പൾസ് ആൻഡ് മൊമെന്റം, ഇവ സെയിം ഡയമെൻഷണൽ ഫോർമുല ഷെയർ ചെയ്യുന്ന 2 ക്വാണ്ടിറ്റീസ് ആണ്. ഇതുപോലെ ഞാൻ 10 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഇതിൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അത്ര പരിചയമുള്ളതല്ല. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നത് 11th 12th പഠിച്ചതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ചില ക്വാണ്ടിറ്റീസ് ആണ് ഇവരെല്ലാം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ 10 സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പലപ്പോഴും എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണ് സെയിം ഡയമെൻഷണൽ ഫോർമുല വരുന്നത് എന്നുള്ളത്. ഇനി ഡയമെൻഷണൽ അനാലിസിസ്, നമ്മൾ എന്തിനാണ് ഈ ഡയമെൻഷൻസ് ഉപയോഗിക്കുന്നത്? മേജറായിട്ട് 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് ഡയമെൻഷണൽ അനാലിസിസിനുള്ളത്. ഒന്നാമത്തേത്, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ റോങ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഡയമെൻഷണൽ അനാലിസിസ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ 3 എണ്ണം ഞാൻ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുപോലെ മൂന്നാമത്തേത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനായിട്ടും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. അപ്പോൾ 3 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്നാമത്തേത് ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി, രണ്ടാമത്തേത് ടു കൺവേർട്ട് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം, മൂന്നാമത്തേത് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ആദ്യം ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളിന്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റുള്ളൂ എന്ന്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ലോജിക്കിൽ ആലോചിക്കുകയാണെങ്കിൽ 2 ചക്കയുടെ കൂടെ ഒരു ചക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് 3 ചക്ക എന്ന് പറയാം അല്ലെ. അതേസമയം 2 ചക്കയും 1 മാങ്ങയും കൂടി ചേർന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ചക്കയുടെ കൂടെ നമുക്ക് ഒന്നുമില്ല, ചക്ക മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മാങ്ങയുടെ കൂടെ ആഡ് ചെയ്യണമെങ്കിലോ മാങ്ങ വേണം. അതേപോലെ തന്നെയാണ് നമുക്ക് ലെങ്ത്തും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലെങ്ത്തും ഏരിയയും കൊണ്ടിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. കാരണം ലെങ്ത് ഡയമെൻഷൻ വേറൊരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണ്. ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് അനദർ ഡയമെൻഷൻ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ് ഓൺലി ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ ഒരു ഇക്വേഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇക്വേഷൻ റോങ് ആണ് എന്നാണ്. അപ്പോൾ ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ചക്ക മാങ്ങൊന്നും പറയാതെ നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ തന്നെ പറയുവാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി, അത് ഇനീഷ്യൽ ആയിക്കോട്ടെ ഫൈനൽ ആയിക്കോട്ടെ വെലോസിറ്റി ആണല്ലോ, അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? m⁻⁴ L T⁻⁻1. ഫൈനൽ വെലോസിറ്റി, അതിനും നമുക്ക് സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ് ഉള്ളത്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയുടെ കൂടെ ഫൈനൽ വെലോസിറ്റിനെ നമുക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതേസമയം വെലോസിറ്റിയുടെ കൂടെ ആക്സിലറേഷൻ, കാരണം ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻⁴ L T⁻⁻2 ആണ്. അപ്പൊ അതുകൊണ്ട് അവയെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വെലോസിറ്റിയുടെ കൂടെ നമുക്ക് വെലോസിറ്റി ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാം, അതേസമയം ആക്സിലറേഷൻ പിടിച്ച് നമുക്ക് ആഡോ സബ്ട്രാക്റ്റോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ പറയുന്നതിനേക്കാളും ഒരു എക്സാമ്പിൾ എടുത്ത് അത് സോൾവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്.
ചോദ്യം ഇതാണ്, ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഏതൊരു ഇക്വേഷൻ തന്നിരുന്നാലും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന മെത്തേഡ് സെയിം ആണ്. ഓക്കെ, മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നിന്റെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. ഓരോന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വൽ ആയിരിക്കണം. ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ടേം എന്ന് വെച്ചാൽ എന്താ? പ്ലസോ മൈനസോ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം മാത്രമേ ഉള്ളൂ. എന്താണത്? വി സ്ക്വയർ. റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. ഒന്നാമത്തേത് യു സ്ക്വയർ ആൻഡ് രണ്ടാമത്തേത് 2as. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചിട്ട് ഇത് മൂന്നും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ വിച്ച് മീൻസ് ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ റോങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഡയമെൻഷൻ ഓഫ് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ്. വെലോസിറ്റി മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ അല്ലെ. എങ്ങനെ എഴുതാൻ പറ്റുന്നത്? മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് m⁻�0 എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് മെഷർമെന്റ് ആണ്, അത് 2 തവണ സ്ക്വയർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് L സ്ക്വയർ എന്ന് എഴുതാം. ടി സ്ക്വയർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് t⁻⁻2 എന്ന് എഴുതി. അപ്പൊ ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ. ഇതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. ആ രണ്ട് ടേംസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം 1ന്റെ ഡയമെൻഷൻ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ഡയമെൻഷൻ ഓഫ് യു സ്ക്വയർ. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇതും വെലോസിറ്റി തന്നെയാണല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ലെഫ്റ്റിൽ കണ്ടുപിടിച്ച് അതേപോലെ ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് m⁻�0 L സ്ക്വയർ t⁻⁻2 എന്നാണ്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസും ഡയമെൻഷൻ കണ്ടുപിടിച്ചപ്പോൾ ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരെണ്ണത്തിന്റെ കൂടെ കണ്ടുപിടിക്കണം. എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ടാമത്തെ ടേമിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ടേം എന്താണ്? 2as. ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, അതിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഫോർമുല വെലോസിറ്റി ബൈ ടൈം, പിന്നെ ഡിസ്പ്ലേസ്മെന്റിന് ഞാൻ S എന്ന് തന്നെ എഴുതുവാണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല, അതിനെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പൊ ഇവിടെ വെലോസിറ്റിക്ക് പകരമായിട്ട് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതി. ബാക്കി എസും ടിയും ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതുവാണ്. അപ്പൊ S/T ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡയമെൻഷൻ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? മാസ് ഇവിടെയും വന്നിട്ടില്ല, അതുകൊണ്ട് m⁻�0 എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് 2 തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് L സ്ക്വയർ എന്ന് എഴുതാം. ടൈമും 2 തവണ വന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് t⁻⁻2 എന്ന് എഴുതാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ ഫോർമുല m⁻�0 L സ്ക്വയർ t⁻⁻2. സെക്കൻഡ് ടേമിന്റെ ഫോർമുലയും എന്താ വന്നത്? m⁻�0 L സ്ക്വയർ t⁻⁻2. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 3 ക്വാണ്ടിറ്റി, അതായത് ഡയമെൻഷൻ ഓഫ് LHS, RHS ആൻഡ് RHS2, ഇതാണ് ഡയമെൻഷൻ ഓഫ് LHS, ഇതാണ് ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ടേം ഓഫ് RHS, ഇതാണ് ഡയമെൻഷൻ ഓഫ് സെക്കൻഡ് ടേം ഓഫ് RHS. ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ മൂന്നും സെയിം ആണ് എന്നുള്ളത്. അപ്പോൾ ഡയമെൻഷൻസ് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ according to principle of homogeneity of dimension, the equation is dimensionally correct. ഇതുപോലെ ഏത് ക്വാണ്ടിറ്റി തന്നിട്ടും അതിന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഡയമെൻഷൻ ഓഫ് LHS കണ്ടുപിടിക്കുക, ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓഫ് RHS കണ്ടുപിടിക്കുക. ഇതെല്ലാം ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമാണ് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തിയറി എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റ ക്വസ്റ്റൻ ആണ് സോൾവ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിന്റെ തിയറി കഴിഞ്ഞതിന് ശേഷം
കുറച്ച് പ്രോബ്ലംസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ സമയത്ത് ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഇങ്ങനെ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്കിംഗ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇക്വേഷൻ റോങ് ആണെന്നാണ്. അതേസമയം നമുക്ക് ഡയമെൻഷൻ ഓഫ് LHSും ഡയമെൻഷൻ ഓഫ് RHSും എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടിയാലും ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ v² = u² + 2as എന്നുള്ള ഫോർമുലയുടെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തു. അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അവിടെ പ്ലസിന് പകരം മൈനസ് ഇട്ടാലും നമ്മളുടെ ഡയമെൻഷനിൽ മിസ്റ്റേക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഇനി 2as പകരം ½ എന്നിട്ടാലും അല്ലെങ്കിൽ 100as എന്നിട്ടാലും ഡയമെൻഷൻ ഇക്വേഷനിൽ മിസ്റ്റേക്ക് വരാൻ പോകുന്നില്ല. കാരണം നമ്പറിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നുമില്ല. പക്ഷെ v² = u² + 100as എന്ന് പറയുന്നത് ഫിസിക്കൽ ഇക്വേഷനിൽ നമ്മൾ 9th പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അനുസരിച്ച് അത് റോങ് ആണ് അല്ലെ. അപ്പോൾ ഈ ഡയമെൻഷണൽ ഹോമോജിനിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ റോങ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് പറ്റുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് വന്നിട്ട് അതിൽ നിന്ന് ഒരു റോങ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഡയമെൻഷണൽ മെത്തേഡ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കൃത്യമായിട്ട് അത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് ഡയമെൻഷണൽ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് റോങ് ഇക്വേഷൻസിനെ റൂൾ ഔട്ട് ചെയ്യാനാണ് ഡയമെൻഷണൽ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തെ അപ്ലിക്കേഷൻ അതാണ്, ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ ആൻഡ് റൂൾ ഔട്ട് ദ റോങ് ഇക്വേഷൻ ഫ്രം ദ ഗിവൺ സെറ്റ്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഇൻ വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. നമ്മൾ യൂണിറ്റ്സ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിറ്റ് മാറുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചുള്ള നമ്പറും മാറും എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് FPS സിസ്റ്റത്തിൽ പറയുന്ന സമയത്ത് യു മേ സേ ദാറ്റ് ഇറ്റ് ഈസ് 5 feet 6 inches. അത് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ വെറുതെ ഫൂട്ടും ഇഞ്ചസും മാത്രം, അതായത് യൂണിറ്റ് മാത്രമല്ല മാറുന്നത്, അതിന്റെ കൂടെയുള്ള നമ്പറും കൂടെ മാറും. 5, 6 എന്നൊക്കെയുള്ളത് 165 അല്ലെങ്കിൽ 168 എന്നൊക്കെയുള്ള നമ്പറും കൂടെ ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്നുള്ളത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ 1 എന്നുള്ള നമ്പർ മാറ്റി 1000 എന്ന് വരാറുണ്ട്. അതായത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാറ്റുന്ന സമയത്ത് യൂണിറ്റിന്റെ കൂടെ അതിന്റെ നമ്പറും കൂടെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്: N2 = N1 × M1/M2 power A, L1/L2 power B into T1/T2 power C. ഇവിടെ പറയാൻ കാരണം MLT എന്ന് പറയുന്ന 3 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊരു ഡയമെൻഷണൽ ഇക്വേഷൻ എടുക്കുമ്പോഴും നമുക്ക് അതിൽ ML ആൻഡ് T എഴുതാറുണ്ട്. മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പവർ 0 എന്ന് എഴുതും അല്ലെ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ T പവർ 0 എന്ന് എഴുതും. അപ്പോൾ എങ്ങനെ നോക്കുവാണെങ്കിലും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല എഴുതുന്ന സമയത്ത് MLT ഉപയോഗിക്കാറുണ്ട്. എമ്മിനും എല്ലിനും ടിക്കും അതിൻ്റെതായിട്ടുള്ള പവേഴ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതും ഞാനൊരു എക്സാമ്പിൾ വഴി കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. ജൂൾ എന്ന് പറയുന്നത് SI യൂണിറ്റിൽ വർക്കിന്റെ യൂണിറ്റ് ആണ് അല്ലെ. SI സിസ്റ്റത്തിലെ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. അതേസമയം ERG എന്ന് പറയുന്നത് വർക്കിന്റെ തന്നെ CGS യൂണിറ്റ് ആണ്. അപ്പോൾ ജൂളിനെ ERGസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സിസ്റ്റം SI സിസ്റ്റം ആണ്. അതിനെ നമുക്ക് ഏത് സിസ്റ്റത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? CGS സിസ്റ്റത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെയും നമ്മൾ ഈ ഒരു കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറയുന്നത് യൂണിറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ജൂൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വർക്കിന്റെ യൂണിറ്റ് ആണെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ആദ്യം ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം അല്ലെ. ഫോഴ്സിന്റെ മാസ് ഇൻടു ആക്സിലറേഷൻ എഴുതാം.
ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? ഇനി മാസ് ഇൻറ്റു ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് കിട്ടിയിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം സ്ക്വയർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടി സ്ക്വയർ ഇൻറ്റു ഡി എന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക് എന്ന് പറയുന്നത് m⁻⁴. 2 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് എൽ സ്ക്വയർ എന്ന് എഴുതാം. ടി താഴെയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ t⁻⁻² എന്ന് എഴുതാം. ഓക്കെ, ഇനി to check the or to convert from one system to another system നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഇതാണ്. n2 is equal to n1 into m1 by m2 power a, l1 by l2 power b, t1 by t2 power c. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? m⁻⁴ l സ്ക്വയർ t⁻². ഇനി ഈ എ ബി സി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലയിൽ എമ്മിന്റെയും എല്ലിന്റെയും ടിയുടെയും പവർ ഏതാണോ അതാണ് ഈ എ ബി സി എന്നുള്ളത്. ഇവിടെ മാസിന്റെ പവർ ഏതാണ് വരുന്നത്? 1 എന്നാണ് വന്നത് അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണ്, എല്ലിന്റെ പവർ ആണ് ബി. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച വർക്കിന്റെ എല്ലിന്റെ പവർ ഏതായിരുന്നു? 2 എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സി എന്ന് പറയുന്നത് ടിയുടെ പവർ ആണ്. ടി ഇവിടെ -2 എന്നുള്ളതാണ് പവർ. അപ്പൊ സി ഇസ് ഈക്വൽ ടു -2 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് n2 ഇസ് ഈക്വൽ ടു, നമ്മളോട് 1 ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ SI സിസ്റ്റത്തിലെ നമ്പർ എന്ന് പറയുന്നത് 1 ജൂൾ ആയിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 എന്ന് എഴുതാം. ഇൻറ്റു m1 ബൈ m2. m1 എന്ന് പറയുന്നത്, m എന്ന് പറയുന്നത് മാസിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ് അല്ലെ? m1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിസ്റ്റത്തിൽ മാസിന്റെ യൂണിറ്റ്. ഫസ്റ്റ് സിസ്റ്റം ഇവിടെ ഏതാണ്? SI സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റം CGS സിസ്റ്റം. മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അപ്പൊ m1ന് പകരം ഐ ക്യാൻ റൈറ്റ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ m2 എന്ന് പറയുന്നത് ഗ്രാം ആണ്. പവർ എ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 1 എന്നുള്ളതാണ്. ഇൻറ്റു L1 എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത്തിന്റെ ഫസ്റ്റ് സിസ്റ്റത്തിലുള്ള യൂണിറ്റ്. ഫസ്റ്റ് സിസ്റ്റം ഇവിടെ ഏതാണ്? SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഡിവൈഡഡ് ബൈ L2 എന്ന് പറയുമ്പോൾ CGS സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ് വിച്ച് ഇസ് സെന്റിമീറ്റർ. പവർ ബി നമ്മൾ കണ്ടുപിടിച്ചത് 2 എന്നാണ്, അപ്പോൾ 2 എന്നിട്ട് കൊടുക്കാം. ഇൻറ്റു ടൈമിന് SI സിസ്റ്റത്തിലാണെങ്കിലും CGS സിസ്റ്റത്തിലാണെങ്കിലും സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ്. അപ്പോൾ S/S എന്ന് എഴുതാം. പവർ -2 എന്ന് എഴുതാം. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു കിലോഗ്രാമിനെ നമുക്ക് എങ്ങനെയാണ് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? 1ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കിലോഗ്രാം എന്ന് പറയുന്നത് 1000 gram ഇസ് 1 kilogram, റൈറ്റ്? സോ 1000 gram ഡിവൈഡഡ് ബൈ ഗ്രാം എന്ന് എഴുതി. അതായത് ഈ കിലോഗ്രാമിനെ ഞാൻ 1000 gram എന്ന് എഴുതി, ഗ്രാം എന്നുള്ളതിന് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു മീറ്ററിനെ ഇതുപോലെ എനിക്ക് 100 സെന്റിമീറ്റർ എന്ന് എഴുതാം. താഴെയുള്ള സെന്റിമീറ്ററിനെ അതേപടി നിർത്തിയിട്ടുണ്ട്. അതിന്റെ പവർ എത്രയാണ്? 2 എന്നുള്ളതാണ് പവർ. സെക്കൻഡിനെ സെക്കൻഡോട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 1ന് നമ്മൾ ഏത് പവർ എടുത്താലും 1 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ ഇൻറ്റു 1 എന്ന് എഴുതാം. ഇവിടെ ഗ്രാമും ക്യാൻസൽ ആയി പോയി. സെന്റിമീറ്റർ ആൻഡ് സെന്റിമീറ്റർ ഇസ് ഓൾസോ ക്യാൻസൽ. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? 1000 ഇൻറ്റു 100ന്റെ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10⁴ എന്ന് എഴുതാം അല്ലെ? 10,000 ആണ് 100ന്റെ സ്ക്വയർ. അപ്പൊ 1000 ഇൻറ്റു 10⁴ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10⁻⁷ എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ട പടി എന്താണ്? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജൂളിനെ എർഗ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിരുന്നു. അപ്പൊ ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ SI യൂണിറ്റ് ആണ്. അപ്പൊ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുക, വിച്ച് ഇസ് m⁻⁴ L സ്ക്വയർ t⁻² ആയിരുന്നു. ഇനി അതിനുശേഷം നമ്മളുടെ ബേസിക് ഫോർമുല ഇതാണ്. n2 is equal to n1 into m1 by m2 power a, l1 by l2 power b, t1 by t2 power c. നമ്മൾ കണ്ടുപിടിച്ച ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എമ്മിന്റെയും എല്ലിന്റെയും ടിയുടെയും പവേഴ്സ് കമ്പയർ ചെയ്തിട്ട് ABC എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇനി ഈ ഫോർമുല അനുസരിച്ച് m1, l1, t1 എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് മാസ്, ലെങ്ത് ആൻഡ് ടൈം ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. ഇവിടുത്തെ ഫസ്റ്റ് സിസ്റ്റം ഏതാണ്? SI സിസ്റ്റം ആണ്. m2, l2, t2 എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് മാസ്, ലെങ്ത് ആൻഡ് ടൈം ഇൻ ദ സെക്കൻഡ് സിസ്റ്റം വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ CGS സിസ്റ്റം. അങ്ങനെ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത് 10⁻⁷ എന്നുള്ളതാണ്. അതായത് 1 ജൂൾ എന്ന് പറയുന്നത്
10⁻⁷ ergs ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഡയമെൻഷണൽ അനാലിസിസിന്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ഡയമെൻഷണൽ അനാലിസിസിന്റെ മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റുള്ള ക്വാണ്ടിറ്റീസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദീസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് ഡയമെൻഷണൽ അനാലിസിസ് മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടും ഞാൻ വിചാരിക്കുന്നത് ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇൻ ജനറൽ പറയുന്നതിനേക്കാളും ഒരു എക്സാമ്പിൾ എടുക്കുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പെൻഡുലം, അതിന്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 3 ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്, മാസ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അത് എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ടൈം പീരിയഡ് ചിലപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അത് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ചോദ്യം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം. പറഞ്ഞിരിക്കുന്നത് കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിംഗ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് ദാറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സപ്പോസ് ദാറ്റ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം, പീരിയഡ് ഓഫ് ഓസിലേഷനെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞ് 3 ക്വാണ്ടിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൽ, എം ആൻഡ് ജി. മാസ്, ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പൊ ഡിപ്പെൻഡൻസ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ പ്രൊപ്പോർഷണൽ എന്ന് എഴുതുന്നു. ഡിപ്പെൻഡ്സ് ഓൺ എൽ, എം ആൻഡ് ജി. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണോ എന്നൊക്കെയുള്ളത് അറിയാത്തത് കൊണ്ട് എല്ലിന് പവർ എ എന്നും എമ്മിന് പവർ ബി എന്നും ജിക്ക് പവർ സി എന്നും കൊടുക്കാം. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞപ്പോൾ ടി എന്ന് എഴുതി. ഇനി വേറൊരു ചോദ്യത്തിൽ നിങ്ങളോട് പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ പി എന്ന് എഴുതണം. അവിടെ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനോടാണ് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമ്മൾ ഈ തിയറി ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രോബ്ലംസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സിമ്പിൾ ഇടുമ്പോൾ എപ്പോഴും നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു എൽ റേസ് ടു എ, എം റേസ് ടു ബി ആൻഡ് ജി റേസ് ടു സി എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. നമുക്ക് ഒരിക്കലും റോങ് ആൻസർ വേണ്ട. അപ്പോൾ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി, ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിരുന്നു. For an equation to be dimensionally correct, dimension of LHS and dimension of RHS should be equal എന്നുള്ളത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ തന്നിരിക്കുന്ന ഇപ്പൊ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുവാണ്. ഈ ഇക്വേഷൻ നമ്പർ 1, in order for that equation to be dimensionally correct, ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുന്നത് എപ്പോഴാണ്? dimension of LHS must be equal to dimension of RHS. അപ്പോൾ ആദ്യം നമുക്ക് LHSന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. LHS എന്ന് പറയുന്നത് എന്തായിരുന്നു? ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ അത് മാസിനെയോ ലെങ്തിനെയോ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ടൈം പീരിയഡ് എന്ന് പറയുന്നത് ടൈം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 എന്നുള്ളതാണ് ഡയമെൻഷൻ ഓഫ് ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡയമെൻഷൻ ഓഫ് RHS ആണ്. RHS എന്താണ് നമുക്കുള്ളത്? കെ. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എൽ റേസ് ടു എ. എൽ എന്നുള്ളത് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ച സിമ്പിൾ ആയിരുന്നു? ലെങ്ത്തിന് വേണ്ടി ഉപയോഗിച്ച സിമ്പിൾ ആയിരുന്നു അല്ലെ. അപ്പൊ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എൽ മാത്രമാണ്. പവർ എ ഉണ്ട്. അപ്പൊ ഞാൻ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് എൽ റേസ് ടു എ. ഇനി എം റേസ് ടു ബി. എം എന്നുള്ളത് ഇവിടെ എന്തായിരുന്നു? മാസ് ഓഫ് ദ ബോബ് അല്ലെ.
മാസ് എന്ന് പറയുമ്പോൾ അത് ലെങ്തിനെയോ ടൈമിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എനിക്ക് ക്യാപിറ്റൽ എം എന്ന് തന്നെ എഴുതാം. പവർ ബി ഉണ്ട്. ഇനി ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരുന്നു. അപ്പൊ അതൊരു ബേസ് ക്വാണ്ടിറ്റി അല്ല, ആക്സിലറേഷൻ ആണ് അല്ലെ. ഡ്യൂ ടു ഗ്രാവിറ്റി ആയാലും എന്തായാലും ആക്സിലറേഷൻ എന്നുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒക്കെ കുറെ ചെയ്തു വന്നതാണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. അതിന് ജിക്ക് ഞാൻ പവർ സി എഴുതിയിട്ടുണ്ട്. അപ്പൊ എൽ ടി റേസ് ടു മൈനസ് 2 പവർ സി എന്ന് എഴുതാൻ പോവാണ്. അപ്പൊ ഈ ഒരു ആർ എച്ച് എസ് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ തവണ എൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു കറക്റ്റ് ഫോർമാറ്റിൽ എം എൽ ടി എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ പോവാണ്. അപ്പൊ ഞാൻ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു എന്തെഴുതാ, ആദ്യം എം എഴുതണം. എം ഒറ്റ എം എ ഉള്ളൂ, അതിന്റെ പവർ ബി ആണ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതുന്നു, എം പവർ ബി എന്ന് എഴുതി. എൽ 2 തവണ വന്നിട്ടുണ്ട്. ഒരെണ്ണം എൽ റേസ് ടു എ ആണ്, അടുത്തത് എൽ റേസ് ടു സി ആണ്. അതിനെ എനിക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, എൽ റേസ് ടു എ പ്ലസ് സി എന്ന് എഴുതാം. ടി ഒറ്റ തവണയേ ഉള്ളൂ, അതിന്റെ പവർ ടി റേസ് ടു മൈനസ് 2c എന്നുള്ളതാണ്. അപ്പോൾ എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു, ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഈ ആർ എച്ച് എസിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതുവാണ്. ഇനി ചെയ്യേണ്ടത് ഈ എ ബി സി എന്ന് ഞാൻ എഴുതിയിട്ടുള്ള ഈ അത് നമ്മൾ എടുത്ത നമ്പേഴ്സ് ആണ് അല്ലെ, അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് എൽ എച്ച് എസിലെ എം എൽ ടിയുടെ പവേഴ്സും ആർ എച്ച് എസിലെ എം എൽ ടിയുടെ പവേഴ്സും നമുക്ക് കമ്പയർ ചെയ്യാം. എന്താ ചെയ്യാൻ പോകുന്നത്, കമ്പയറിംഗ് ദ പവേഴ്സ് ഓഫ് എം എൽ ആൻഡ് ടി ഓൺ ദ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതാണ് നമ്മുടെ എൽ എച്ച് എസ് അല്ലെ. എൽ എച്ച് എസിലെ എമ്മിന്റെ പവർ എന്താണ്, നമ്മളിത് കമ്പയർ ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പോൾ ഓരോന്നിന്റെയും എമ്മിന്റെ എല്ലിന്റെ ടിയുടെ പവേഴ്സ് നോക്കുക. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിന്റെ പവർ ഇസ് 0, റൈറ്റ് ഹാൻഡ് സൈഡിലോ എമ്മിന്റെ പവർ ഇസ് ബി. സോ ഐ ക്യാൻ റൈറ്റ് 0 ഇസ് ഈക്വൽ ടു ബി അല്ലെ. ഇനി എല്ലിന്റെ പവർ നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിന്റെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലിന്റെ പവർ എന്താ, എ പ്ലസ് സി എന്നാണ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇനി ടിയുടെ പവർ നോക്കുക. ലെഫ്റ്റില് ടിയുടെ പവർ 1 ആണ്, റൈറ്റിലാണെങ്കിലോ മൈനസ് 2c എന്നാണ്. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് മൈനസ് 2c ഇസ് ഈക്വൽ ടു 1. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി കിട്ടിക്കഴിഞ്ഞു. സി നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇതില് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ മൈനസ് 2 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആയിട്ട് വരും. സോ ഇറ്റ് ബിക്കംസ് മൈനസ് 1/2. സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എ പ്ലസ് സി എന്ന് പറയുന്നത് 0 ആണ്. സോ എ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്, 0 മൈനസ് സി വിച്ച് ഇസ് മൈനസ് സി. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് സിയുടെ വാല്യൂ മൈനസ് 1/2. അപ്പൊ മൈനസ് മൈനസ് വരുമ്പോൾ പ്ലസ് 1/2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ ബി ആൻഡ് സിയുടെ വാല്യൂസ് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. എയുടെ വാല്യൂ 1/2, ബിയുടെ വാല്യൂ 0, സിയുടെ വാല്യൂ മൈനസ് 1/2. നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇക്വേഷൻ മാത്രം ഒന്ന് എടുത്തെഴുതിയാൽ മതി. എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഇക്വേഷൻ, ടി ഇസ് ഈക്വൽ ടു കെ ഇൻടു എൽ റേസ് ടു എ. എന്താ നമുക്ക് കിട്ടിയത്, 1/2 അല്ലെ. പിന്നെ എന്തെഴുതിയത്, എം റേസ് ടു ബി, ബിയുടെ വാല്യൂ 0 എന്നാണ് കിട്ടിയത്. ജി റേസ് ടു സി, സിയുടെ വാല്യൂ മൈനസ് 1/2 എന്നാണ് കിട്ടിയത്. വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻടു എൽ റേസ് ടു 1/2. പവർ 1/2 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം റൂട്ട് എന്നാണ്. അപ്പൊ എനിക്ക് ഇവിടെ റൂട്ട് എൽ എന്ന് എഴുതാം. എം റേസ് ടു 0, എനിത്തിങ് പവർ 0 ഇസ് 1 അല്ലെ. അപ്പൊ അവിടെ എം എന്ന് എഴുതേണ്ട കാര്യമില്ല, 1ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ഉപയോഗിക്കാതിരിക്കാമല്ലോ. ജി റേസ് ടു മൈനസ് 1/2. ജി റേസ് ടു 1/2 ആണെങ്കിൽ റൂട്ട് ജി എന്നായിരുന്നു. മൈനസ് 1/2 എന്ന് വന്നതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡിവിഷൻ ആക്കി എഴുതണം. ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ റൂട്ട് ജി. അപ്പൊ ഒന്നുകൂടെ വൃത്തിയായിട്ട് ടൈം പീരീഡിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ വിച്ച് ഇസ് ടി ഈക്വൽ ടു കെ ഇൻടു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, ഇറ്റ് ഈസ് ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയമെൻഷണൽ ഫോർമുലയുടെ തേർഡ് അപ്ലിക്കേഷൻ ആണ് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ 3 അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസും നമ്മളിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യേണ്ടതുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത് അല്ലെ. 3 അപ്ലിക്കേഷൻസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, ഒന്ന്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. രണ്ടാമത്തേത്,
വി ക്യാൻ കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അതിനുള്ള എക്സാമ്പിൾ ചെയ്തു. മൂന്നാമത് പറഞ്ഞത് എന്തായിരുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഡിറൈവ് ചെയ്യാനായിട്ടും ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. മെറിറ്റ്സ് മാത്രമല്ല ഉള്ളത്, ഡയമെൻഷണൽ അനാലിസിസ് മെത്തേഡിന് കുറച്ച് ഡീമെറിറ്റ്സ് കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, the value of constants in an equation cannot be determined. കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ് എഴുതിയത് അല്ലെ. ആ കെയുടെ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലൂവും ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് k ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഒന്നും കിട്ടാൻ പറ്റുന്നില്ല. അതൊരു ഡീമെറിറ്റ് ആണ്. രണ്ടാമത്തേത്, ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം. അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നോക്കാൻ പറ്റില്ല, പക്ഷെ അത് റോങ് ആണോ റൂൾ ഔട്ട് ചെയ്യാം. അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നാൽ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ഇക്വേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കൂടുതലായിട്ടും ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതേസമയം തന്നിരിക്കുന്ന ഇക്വേഷൻ കൃത്യമായിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടാമത്തെ ഡീമെറിറ്റ് ആണ്. ഇത് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. മൂന്നാമത്തേത്, ഇക്വേഷൻ കണ്ടെയ്നിങ് ദ ഡിപ്പെൻഡൻസി ഓഫ് മോർ ദാൻ 3 ക്വാണ്ടിറ്റീസ്. ഇപ്പൊ നമ്മൾ ടൈം പീരിയഡിന്റെ പറഞ്ഞപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു. ഇനി വേറൊരു ക്വാണ്ടിറ്റീനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നാലാമത് ഒരു ക്വാണ്ടിറ്റീനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഒരു ഡ്രോബാക്ക് ആണ്. 3 ക്വാണ്ടിറ്റീസ് വരെയുള്ള ഡിപ്പെൻഡൻസ് ആണ് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, ഇക്വേഷൻ കണ്ടെയ്നിങ് എക്സ്പോണൻഷ്യൽ, ട്രിഗ്നോമെട്രിക്, ലോഗരിതമിക് ഫങ്ഷൻസ്. ഇതൊന്നും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിന് ഡയമെൻഷൻ ഇല്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിന്റെ ഡയമെൻഷൻ എല്ലാണ്, ഹൈപ്പോട്ടന്യൂസിന്റെ ഡയമെൻഷനും എല്ലാണ്. അപ്പൊ എല്ലും ക്യാൻസൽ ആയി പോയിട്ട് ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. അതുപോലെയാണ് എക്സ്പോണൻസും ലോഗരിതമും എല്ലാം. അപ്പൊ ഇതൊന്നും, ഈ വക ഫങ്ഷൻസ് ഉൾപ്പെടുന്ന ക്വാണ്ടിറ്റീസിനെ ഒന്നും നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ദേ ഡോണ്ട് ഹാവ് ഡയമെൻഷൻസ്. ഓക്കെ. അടുത്ത ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇക്വേഷൻ ഹാവിംഗ് റിലേഷൻസ് അതർ ദാൻ പ്രോഡക്ട്സ് ആൻഡ് കോഷ്യൻസ്. ഇവിടെ ഞാൻ ടൈം പീരിയഡ് എഴുതിയപ്പോൾ m raised to a into l raised to b into g raised to c അല്ലെ. അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഫൈനലി കിട്ടിയത് t equal to k into root of l divided by root of g. അവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അതേസമയം ഒരു പ്ലസോ മൈനസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രോഡക്റ്റും കോഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം അതിന്റെ ഡ്രോബാക്സ് ആണ്. അപ്ലിക്കേഷൻസും പറഞ്ഞു, ഡ്രോബാക്സും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. അതുപോലെ അപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ അടുത്തൊരു ദിവസത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇന്ന് ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസും ഡ്രോബാക്സും എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിക്കാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.